എങ്ങനെയെങ്കിലും ഞാൻ ഇന്ന് എൻ്റെ വർക്ക് തീർക്കും. ഒരു വിധത്തിൽ അവൻ മാത്സ് എക്സാം പാസ്സായി. എങ്ങനെയോ അവർ പൈസ അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്ങനെയെങ്കിലും, ഏതു വിധേനയും, ഒരു വിധത്തിൽ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നു. പക്ഷേ ഇംഗ്ലീഷിലാണെങ്കിൽ സംഹൗ എന്ന് പറയാം. സംഹൗ ഒരു ആഡ്വേർബ് ആണ്, ക്രിയാവിശേഷണം. ഇനി അതുപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസസ് നോക്കണ്ടേ? ഐ വിൽ ഫിനിഷ് ദിസ് വർക്ക് സംഹൗ. എങ്ങനെയെങ്കിലും ഞാൻ ഈ ജോലി തീർക്കും. ഐ ഡോണ്ട് ഹാവ് മച്ച് മണി ബട്ട് ഐ ക്യാൻ മാനേജ് സംഹൗ. എനിക്ക് അധികം പൈസയൊന്നുമില്ല, എങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. ഹീ സംഹൗ ഗോട്ട് എ പാസിംഗ് ഗ്രേഡ് ഇൻ മാത്തമാറ്റിക്സ്. അവന് എങ്ങനെയോ മാത്തമാറ്റിക്സിൽ പാസിംഗ് ഗ്രേഡ് കിട്ടി. പാസ്സാവാനുള്ള ഗ്രേഡ് കിട്ടി. എങ്ങനെയോ, സംഹൗ എന്ന് ഉപയോഗിച്ചു. ഇനി വേറൊരു സെൻറ്റൻസ് പറയട്ടെ. ഞാൻ ആ ഡ്രസ്സ് ഏത് വിധേനയും വാങ്ങും. എങ്ങനെയാണ് അത് പറയുക? ഐ വിൽ ബൈ ദാറ്റ് ഡ്രസ് സംഹൗ. നമ്മൾ അത് എങ്ങനെയെങ്കിലും ചെയ്യും. വി വിൽ ഡു ഇറ്റ് സംഹൗ. എങ്ങനെയെങ്കിലും ഞാൻ അതറിയും. ഐ വിൽ നോ ഇറ്റ് സംഹൗ. ഒരു വിധത്തിൽ അവൻ സ്വയം രക്ഷിച്ചു. സംഹൗ ഹി സേവ്ഡ് ഹിംസെൽഫ്. ഒരു വിധത്തിൽ അവൻ അവനെ തന്നെ രക്ഷിച്ചു എന്നർത്ഥം. സംഹൗ ദ ചിൽഡ്രൻ ഫിനിഷ്ഡ് ദെയർ സ്കൂൾ എഡ്യൂക്കേഷൻ. ഒരു വിധത്തിൽ കുട്ടികൾ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഐ വിൽ ഗെറ്റ് ദ സംഹൗ. ഞാൻ അവിടെ ഏത് വിധേനയും എത്തും. ഞാൻ അവിടെ എങ്ങനെയെങ്കിലും എത്തും. ഇപ്പോൾ കുറേ സെൻറ്റൻസസ് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ സംഹൗ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നും മനസ്സിലായില്ലേ?